ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഉപ്പാനെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം രാവിലെ ഞാൻ കൊളത്തൂരാണുള്ളത്. അപ്പോൾ പെട്ടെന്നാണ് വിളിച്ചിട്ട് വരുന്നുണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എന്നെ ഷെഫിയാക്ക് എന്ത് ചെയ്തു, ഇടയൊരുക്കും ആക്കി തരികയാണ് കേട്ടോ. അപ്പം നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, റോഡൊക്കെ മൂടി കിടന്നുങ്ങാണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ആ നേരത്തെ ഒരു 6:30 ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ വണ്ടി അവിടെ അനിയൻ കൊടുന്ന് വണ്ടി ചാട്ടാക്കി അവിടെ നിർത്തിയിരുന്നു കേട്ടോ. ഷെഫിയാക്ക് എന്നെ ഇവിടെ വീട്ടിലാക്കിങ്ങാണ്ട് അവരെന്ത് ചെയ്തു, അവർ പണിക്ക് പോയിട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ പാനെ കൊല്ലാൻ പോവാന്നുള്ളതിൽ. അങ്ങനെ ഞങ്ങൾ ഉമ്മയും അനിയത്തിയും കുട്ടികളും ഞങ്ങളൊക്കെ പാടിയിരുന്നു കേട്ടോ പോയിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു അനിയൻ ഉണ്ടാവും, അവിടെ ഇല്ല, നാട്ടിലില്ല, അവൻ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവനിതിലില്ല. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം വെച്ചത്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, പോണം പറയും, പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു പോക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോക്കായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ റോഡൊക്കെ സൂപ്പറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റി കേട്ടോ. എയർപോർട്ടിൽ അധികം ഓടാനില്ല എന്നല്ല, നല്ല ഓടാനുണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് എത്തിട്ടോ. അങ്ങനെ നമ്മൾ അനിയത്തിയുടെ കുട്ടിക്ക് ഛർദ്ദിക്കാൻ വരികയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വണ്ടി നിർത്തി. അവൾക്ക് ഛർദ്ദിക്കാനൊന്നുമില്ല, ജസ്റ്റ് അവൾക്ക് തോന്നാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് പ്ലെയിന് പറക്കണ ഒരു സൈഡിലായിട്ട് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ മേലെ ആ കാണുന്ന കൊന്നില്ല, അവിടെ നിന്ന് അങ്ങനെ പൊന്തായിട്ട് ചെയ്യാം. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടപ്പോൾ ഇതതിൻ്റെ എൻ്റെ കവാടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്കൊന്നും അധികം വണ്ടി നിർത്തിയിടാൻ അവിടെ സ്പേസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ വേഗം വണ്ടി എടുക്കണം, അവിടെ അധികം നേരം നിർത്തിയിടരുത് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം പേരും പോരുന്ന ആ ഒരു ടൈമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ഒരു സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ വരാന്തയിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഉപ്പ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഉപ്പാനെ വെയിറ്റ് ചെയ്തെങ്ങാണ്ട് ഞങ്ങൾ ആ വരാന്തയിൽ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ അങ്ങനെ വണ്ടി കളിച്ചിട്ടും ഒക്കെ അങ്ങനെ അവരവിടെ ഇരുന്ന് അവിടെ അങ്ങോട്ടും വണ്ടി കളിച്ച് കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പാനെ കണ്ടു. അങ്ങനെ ലഗേജൊക്കെ വണ്ടിക്ക് കയറ്റിട്ടോ. പിന്നെ ഉപ്പ ഇവിടെ കുറച്ച് മിഠായികളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് ഇവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ അവിടെ ഓർഡറാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു വണ്ടിയിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ പോകുന്നതല്ലേ. അവിടുന്ന് വരുമ്പോൾ നമ്മൾ ചായ കുടിച്ചതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വിശന്നിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു കടയിൽ കയറി കേട്ടോ. കടയിൽ കയറി ജ്യൂസ് കടയിൽ കയറിയിട്ട് ചായയും അനിയനും ഉപ്പൊക്കെ ചായ കുടിച്ചിട്ടോ. ഞങ്ങൾ കുട്ടികളൊക്കെ ഷെയ്ക്കും അതുപോലെ അവിൽ മിൽക്കൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിച്ചത്. ഇങ്ങനെ പിന്നെ അതിലേക്കൊരു മുട്ട പെപ്സും ഇത് ചെയ്യുന്നിട്ട് ഞങ്ങളെ കടയും എന്തായാലും അത് കുടിച്ചപ്പോൾ തന്നെ നമ്മളെ വയറ് അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു നമ്മൾ വീട്ടിലേക്ക് പോരട്ടെ. പിന്നെ ഞങ്ങൾ അവിടെ എവിടെയും നിന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൊണ്ടും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ജ്യൂസും കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇറങ്ങിയേക്ക് എന്ത് ചെയ്തു, കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയ പീസ് കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെറിയൊരു പീസ് വാങ്ങി നോക്കിയിട്ടോ. പിന്നെ അങ്ങനെ ചെറിയ 7up കുപ്പിൻ്റെ ബോട്ടിലും വാങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടിയിൽ കയറിട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പൊറാട്ടയും ലേസും കറിയും വാങ്ങിയിട്ടോ. എന്ന് വെച്ചാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയും വിശപ്പ് വരില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടയും ബീഫ് കറിയും വാങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ അനിയൻ വീട്ടിലേക്ക് വെക്കട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവരും ടാറ്റാ ബൈ ബൈ, സീ യു.